യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കണം. ഈ ഒരു ഇതിന്റെ കളർ എന്ന് പറയും, നിങ്ങൾ പറയും നീലയും വെള്ളയും അല്ലെ? നീലയും വെള്ളയും. ഇത് എഴുതി കഴിഞ്ഞാൽ നീല തന്നെയായിരിക്കും. ഞാൻ എഴുതുന്നില്ല ബോർഡ് ഇതായതുകൊണ്ട് അല്ലെ? അങ്ങനെ ഈ ഒരു പാൻ ആ വലിപ്പം നോക്കിയോളട്ടാ. ഇനി അവിടെ ചെല്ലുമ്പോൾ വലിപ്പം കൂടുമെന്ന് നോക്കണം അല്ലെ? ലെറ്ററൊക്കെ നോക്കിയപ്പോൾ ഇത് തന്നെയാണ് ആണോ നോക്കൂ. ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ആരെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാക്കുന്നത്? ഈ ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണോ? ഇവരാണോ ഉപയോഗിക്കാവുന്ന ലക്ഷ്യം വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത്? ഒരു ഉപഭോക്താവിനെ ലക്ഷ്യം വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ഈ കമ്പനി ഉണ്ടാക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കമ്പനി എവിടേക്കോ കൊടുക്കുന്നത്? ബോർഡിൽ നോക്കൂ, എവിടേക്കോ കൊടുക്കുന്നത്? സൂപ്പർ സ്റ്റോക്സിന്റെ കൊടുക്കുന്നു. മേടിച്ചോ. നിങ്ങൾ എന്താ ചെയ്യാ? ഇതിനെങ്ങനെ നോക്കിയിരിക്കോ? ഇങ്ങനെ നോക്കിയിരിക്കോ? നോക്കിയിരിക്കില്ല. ഇവരെന്ത് ചെയ്യും? കയ്യിൽ കിട്ടിയപ്പോ ചൂടപ്പം പോലെ അടുത്ത ആൾക്ക് കൊടുക്കും. കൊടുത്തോ. ആരാണ്? ഡീലറാണ്. ഡീലർ ആര് കൊടുത്തു? ഏജന്റിന് കൊടുത്തു. ഏജന്റ് എന്ത് ചെയ്തു? റീറ്റെയിൽ ഷോപ്പിന് കൊടുത്തു. റീറ്റെയിൽ ഷോപ്പുകാർ എന്ത് ചെയ്തു? സാറ് ഒരു ബോർഡിൽ ഒരു ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കടയിൽ വന്നു. രമണി ചേച്ചി ഒരു പേന തായോ? രമണി ചേച്ചി പേന തന്നു. സാറ് കാശ് കൊടുത്തോ? കാശ് കൊടുത്തോ? കൊടുത്തോ. കാശ് വെറുതെ കൊടുത്താൽ മതി, വെറുതെ കൊടുത്താൽ മതി, കൈ കാണിച്ചാൽ മതി. കാശ് കൊടുത്തു. മേടിച്ചു. മേടിച്ചില്ലേ? മേടിച്ചു. അപ്പൊ നമ്മൾ നോക്കാം, ഒരു കമ്പനി ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നം ഇത്ര ഇടനിലക്കാര് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ കയ്യിലെത്തി. ഇതിന്റെ ഇടയിൽ ടി വി കൂടെ ഇതിന്റെ പരസ്യം പറയുന്ന ഒരാളുണ്ട് അല്ലെ? പരസ്യം പറയുന്ന ആളെ ഞാൻ വിളിക്കുന്നില്ല. പരസ്യം പറയുന്ന ഈ പേനയുടെ പരസ്യം കേട്ടിട്ടാണ് സാറ് ഈ പേന ചോദിച്ചു മേടിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത്ര ഇടനിലക്കാരുണ്ട്, പരസ്യക്കാരുണ്ട്. സാറ് ഈ ഒരു പേന മേടിച്ചപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കിയ അതിനേലും വലുപ്പം കൂടി അദ്ദേഹത്തിന്റെ അവിടെ ചെന്നപ്പോ കളർ മാറിയോ? ഒന്നും മാറിയില്ല. പക്ഷെ ഒരു കാര്യം മാറിയിട്ടുണ്ടാവും. ഏത് കാര്യമായിരിക്കും? വില കൂടിയിട്ടുണ്ടാവും. കാരണം 50 രൂപയ്ക്ക് ഈ കമ്പനിക്ക് 50 രൂപ കിട്ടിയാൽ മതി. ഈ 50 രൂപയ്ക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ എല്ലാ ചെലവനുസരിച്ചും കമ്പനിക്ക് 50 രൂപ കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ അത് 10 രൂപ കൂട്ടി 60ആയി, 70ആയി, 80ആയി, 90ആയി. ഈ 100 രൂപയ്ക്ക് ഇദ്ദേഹം മേടിച്ചു. കാരണം ഇവരെ ഒരു എന്താണ് ഇതിന്റെ കമ്മീഷൻ ഞാൻ ഏകദേശം പറഞ്ഞതാണ്. അപ്പോൾ 90 രൂപയ്ക്ക് ഇദ്ദേഹം മേടിച്ചാൽ ഇദ്ദേഹത്തിന് 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 90 രൂപയ്ക്കല്ലേ അദ്ദേഹം മേടിക്കുന്നത് അല്ലേ? 90 രൂപയ്ക്കല്ലേ മേടിക്കേണ്ടത്. പക്ഷെ ഇവർക്ക് കൊടുക്കുന്ന 10 രൂപയും ഇവർക്ക് കൊടുക്കുന്ന 10, 20, 30, 40 രൂപ. 40 രൂപ അധിക ചെലവല്ലേ ആ വ്യക്തിക്ക് അല്ലേ? അപ്പോൾ ഈ കമ്പനി ആർസിഎം എന്ന പ്രസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ, നിങ്ങൾ പണിയെടുത്ത പൈസ നിങ്ങൾക്ക് കുറവിന് കിട്ടണോ, നിങ്ങൾക്ക് വിജയിക്കണോ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണോ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ആ കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ 4 പേരും വെക്കോ. 4 പേരും വെക്കോ. ഒരാൾ ഇവിടെ നിന്നോ, ഒരാൾ ഇവിടെ നിന്നോ, വേറൊരാൾ വാ, വേറൊരാൾ വാ, മഹേഷ് സാർ വാ. അടുത്തൊരാൾക്ക് അവസരം കൊടുക്കാം. ആള് ചാടി അടിക്കാൻ പോയതാ. ഞാൻ ഇരുന്നോളം പറഞ്ഞ കാരണം ആൾക്ക് പാവം ഇവിടുന്നു കണ്ടാ. അപ്പോൾ ഇദ്ദേഹം ആരാണ്? അപ്പോൾ ഈ ആളുകളെ പോയി ഇനി ഡയറക്റ്റ് മാർക്കറ്റിൽ നമ്മൾ വന്നു. ഡയറക്റ്റ് മാർക്കറ്റിൽ വന്നിട്ട് ഇത് കമ്പനി. അപ്പോൾ ഈ കമ്പനി ഇവിടെ ഉണ്ട്. ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഷോപ്പ്, ആർസിഎമ്മിന്റെ രജിസ്റ്റേർഡ് ഷോപ്പ് നടത്തുന്ന ആളാണ് അല്ലെ? കണ്ടുകഴിഞ്ഞൊരു ലുക്കൊക്കെ ഇല്ലേ അല്ലെ? രജിസ്റ്റേർഡ് ഷോപ്പ് നടത്തുന്ന ആളാണ് ആ ഒരു വ്യക്തി. ഇദ്ദേഹം ഇതേ വ്യക്തി ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇവിടെ കൊടുക്കൂ സാറേ, അങ്ങോട്ട് കൊടുക്കൂ. സാറ് മേടിക്കൂ. നേരത്തെ പറഞ്ഞ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കേണ്ട പൈസ ഈ സാറിന്റെ അധ്വാനത്തിൽ നിന്ന് സാറിന് കൊടുക്കേണ്ടി വരുന്നില്ല. ഏകദേശം ഒരു 40-50 രൂപ സാറിന് മിച്ചപ്പെട്ട് അല്ലെങ്കിൽ പോക്കറ്റിൽ വെച്ചുകൊണ്ട് തന്നെ 60 രൂപ ഈ സർവീസ് ചാർജ് ഒരു 60 രൂപയ്ക്കെങ്കിലും ഈ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ സുഹൃത്തുക്കൾ നല്ലത്? അതല്ലേ ഡയറക്റ്റ് മാർക്കറ്റിംഗ്? അതല്ലേ പണിയെടുക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കില്ല സാറേ? എന്തിനായി അധിക ചെലവ് കൊടുത്തിട്ട് നമ്മൾ ഇത്ര നാൾ മേടിച്ചോണ്ടിരുന്ന രീതി ഇന്ന് മാറാൻ നമുക്ക് സമയമായോ? നല്ലൊരു കൈയ്യടി ഒരിക്കൽ വേണ്ടി കൊടുക്കുക ഈ അഭ്യ നേതാക്കന്മാർക്ക്. നല്ല സൂപ്പർ, അടിപൊളി പ്രവർത്തനം, അടിപൊളി കമ്പനി. നോക്കൂ, മാറാൻ സമയമായോ നമുക്ക്? റേഷൻ കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉണരൂ ഉപഭോക്താവ്, ഉണരൂ അല്ലേ? ഈ റേഷൻ കാർഡ് തലണര അടിയിൽ വെച്ചിട്ട് അതുമേക്ക് കിട്ടും ഓട്ടോമാറ്റിക്. ഇനിയെങ്കിലും ഉണരൂ. നമ്മൾ ഉണരണം. ഉണർന്നില്ലെങ്കിൽ നമ്മള് എന്താണ്? പട്ടിയെ പോലെ പണിയെടുത്ത് നമ്മുടെ ജീവിതം തുറയ്ക്കും എല്ലാവർക്കും വേണ്ടി. ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ കുടുംബത്തിന്റെ വിജയത്തിന് നമ്മൾ തയ്യാറാണ്. ആർസിഎം നമുക്ക് വേണ്ടി അവസരം കൊടുക്കുന്നു. ഈ അവസരത്തെ നമ്മൾ കാണണം, കണ്ടറിയണം, തൊട്ടറിയണം, മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും കാണിച്ചിട്ട് ആദ്യമായിട്ട് വന്ന ആൾക്ക് വേണ്ടി കാണാം. കാരണം എന്താണ്? ഈ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഈ ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ എല്ലാ തരത്തിൽ